ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് മക്കൾക്കൊക്കെ നല്ല സുഖമാണ് കിടന്നുറങ്ങുക. എനിക്ക് റെസ്റ്റൊന്നും ഇല്ല കേട്ടോ മക്കളെ. കുട്ടികൾ ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഞാൻ. കുറച്ച് കട്ടിയിൽ ചുട്ടിക്കാണ് മക്കളെ. പിന്നെ മെഴുക്കൊക്കെ ഇട്ടിട്ട് മോരുകറി ഇതാ വെച്ചിരിക്കുന്ന മോരുകറിയാണ്. അതിൽ കടുകും മുളകും ഉണക്കമുളകും ഒക്കെ ഇട്ട് വറവിട്ട് വെച്ചിരിക്കുന്നു. ചീര ഉപ്പേരി വെച്ചിരിക്കുന്നു. എന്താ കുറച്ച് തേങ്ങ ഒക്കെ ഒതുക്കിയിട്ടിട്ട് ചീര ഉപ്പേരി വെച്ചതാണ്. ചീര കൊണ്ടുവന്ന് നമ്മളെ സെമീറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ചോറ് ഇതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയാണ് മക്കളെ. പിന്നെ എനിക്ക് വേണ്ടി മാത്രം കാച്ചുന്നതാണ്. അത് ഞാൻ കുറച്ച് കുടിച്ച് അതിൻ്റെ ബാക്കിയാണ് മക്കളെ ഇത്. അങ്ങനെയാണ് മക്കളെ. അപ്പം ഇനി ഇതൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞിട്ട് വേണം, കുറച്ച് തിരുമ്പാനുണ്ട്, അടിച്ചു വരാനുണ്ട്, തുടയ്ക്കാനുണ്ട്. അപ്പം ചോറിൻ്റെയും കറിൻ്റെയും പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല തലവേദന ആണെന്ന്. എന്താണെന്ന് അറിയില്ല, കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല, തലവേദന ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയാണ് കുട്ടികളെ. അപ്പം നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. പൊന്നു മക്കളെ, മറക്കണ്ട കേട്ടോ. അങ്ങനെ മക്കളെ, ചോറും കൂട്ടാൻ്റെ എല്ലാ പണികളും കഴിഞ്ഞപ്പോണ്ട് കുട്ടികളെ വല്യാപ്പ പോയിട്ട് പീടികയിലേക്ക് എന്തിനോ പോയപ്പം ഒരു മീൻ വാങ്ങിക്കൊണ്ട് നിൽക്കണം. ഇതൊന്ന് മുളകിടാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ കുളിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ നിൽക്കുമ്പം ഒരു മീൻ വാങ്ങിക്കൊണ്ടെന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു തകരാറുണ്ടല്ലോ, ചെറിയൊരു ഇത്. ഇനിയിപ്പോൾ ഇതിപ്പം കറി വെക്കണ്ടേന്നുള്ള ആ ഒരു ചെറിയൊരു തകരാറ് എനിക്കും വന്ന്. കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണല്ലോ, പണികളൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പലും അടിച്ചാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇത് മുളകിടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി പണിയിലേക്കാണ് മക്കളെ. അങ്ങനെ മീനൊന്ന് മുളകിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഉള്ളി, തക്കാളി, കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം മക്കളെ. ഇത് ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും ഇതിലേക്കൊന്ന് ഇട്ടെടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കാണാത്തോലുണ്ടാകും കണ്ടോളി. ഇത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഞാൻ ഇതേമാതിരി നല്ലോണം വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ നല്ലോണം തോലൊളിച്ച് കഴുകി മിക്സിയിൽ അടിച്ചിട്ട് വെക്കണതാണ് മക്കളെ ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാ അതേമാതിരി ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ കുത്തുക, തോലൊളിക്കുക ഒന്നും ചെയ്യണ്ട, എളുപ്പമാണ് കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. അങ്ങനെ മക്കളെ, മുളകിടാനുള്ള കറികളൊക്കെ റെഡിയായി വന്നിക്കണ്. അതൊക്കെ നല്ലോണം ഒന്ന് വെട്ടി തളിച്ച് വെന്തതിൻ്റെ ശേഷം അപ്പം നമ്മളെ മീൻ മുളകിടൽ റെഡി ആയിക്കിന് മക്കളെ. ഇതേമാതിരി ചെയ്യുക. കാരണം പണ്ടൊക്കെ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അത് മുറിച്ച് തേങ്ങ അരച്ച് മുളക് അരച്ച് ഒന്നും പറയണ്ട. ഇതിപ്പോൾ എന്താ മൂപ്പരൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോയി തന്ന് പത്തിരിക്ക് കൂട്ടണം കറി വെക്കുകയാണെങ്കിൽ. പക്ഷേ എന്താ അത് രസം ഉണ്ടാവില്ല. മീനൊക്കെ മുറിച്ച് കറിയൊക്കെ വെച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് പത്തിരിയൊക്കെ തിന്നാൻ. എന്നാലേ ഉള്ളൂ ആ മീനിൻ്റെ മുകളിലുള്ള എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം നിങ്ങൾ മെനക്കെടണ്ട. ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പത്തിരിയും കൂട്ടി തിന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിക്കണം മൂപ്പരോട്. അപ്പോൾ കുട്ടികളെ വല്യാപ്പ എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു. ഏതായാലും മൂപ്പരെന്ത് സംഗതി കൊണ്ടുവന്നാലും ഞാൻ പെട്ടെന്ന് വേഗം ഉണ്ടാക്കി കൊടുക്കും. കാരണം ഓരാഗ്രഹിച്ച് കൊണ്ടുവരുന്നതല്ലേ നമ്മളടുത്തേക്കല്ലാതെ പിന്നെ അത് വേറെ ആരുടെ കൊണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മളോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നല്ല മീൻ വാങ്ങിക്കൊണ്ടുവന്നാൽ ചിലവരൊക്കെ ഞാനൊക്കെ നമ്മളൊക്കെ അനുഭവങ്ങളുണ്ട്. കുളി കഴിഞ്ഞാൽ മീൻ മുറിക്കൂല, വേഗം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചോളിയേ. നിങ്ങൾ ആര് പറഞ്ഞ് നിങ്ങളോട് മീനും വാങ്ങി വരാനെന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് മക്കളെ. അതൊന്നിപ്പോൾ ഞാൻ പറയുന്നില്ല, ആളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കൂ. അങ്ങനെ ആ പിയാപ്പിളക്ക് ദേഷ്യം പിടിച്ചാൽ ആ മീൻ എന്താക്കുന്നവരെ നേരെ എടുത്ത് അപ്പുറത്തെ കണ്ടത്തിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് 4 പൊട്ടിച്ചു കൊടുത്തിട്ട് പോണ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അതിനും തയ്യാറാകും. ഇപ്പം കൊണ്ട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല. ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് ഉപ്പേരി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള അടിച്ചു കാലും തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോഴാണ് മീനുമായിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല വേഗം വെച്ചേക്കട്ടെ വിചാരിച്ച്. ചെറിയൊരു കണ്ടൻ മീനാണ്. എന്ത് മീനാണെന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കോലിമായിലുണ്ട് കണ്ടിട്ട്. കോലിയാണോ അയക്കോറൻ്റെ കുട്ടിയാണോന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളെ മീൻ മുളകിട്ടത് റെഡി ആയിക്കിന് മക്കളെ. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്കൊന്ന് അല്ലറ ചില്ലറ പണി ലേശമൊന്ന് കാറ്റ് കൊണ്ടിട്ട് അവിടെ ഒന്ന് കുത്തിരിക്കും വേണം. എന്നിട്ടൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണമെന്ന് മാങ്കാവ് വരെ ഒന്ന് ഇറങ്ങാൻ, മരുന്ന് ഷാപ്പിലേക്കൊക്കെ ഒന്ന് പോകണം, മരുന്നൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഓരോ പണികളൊക്കെയാണ് മക്കളെ. അപ്പം മക്കളെ മറന്നു പോകണ്ടട്ടോ. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യുക. മീനതാ നല്ലോണം തിളക്കിയാണ്.
തിളച്ചോട്ടെ കിടന്നിട്ടില്ലേ, നല്ലോണം തിളച്ചൊന്ന് വേവട്ടെ. പത്രമൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ, മറന്നുകൊണ്ടാ. മറക്കല്ലേ മക്കളെ മറന്നു പോവല്ലേ. പിയാപ്പിളക്ക് വേണ്ടിയിട്ട് മീൻ തിളക്കിയായിരുന്നു. മുപ്പര് എന്താ കറി ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ ഏതായാലും കൂട്ടാൻ നിൽക്കേണ്ട, രസം ഉണ്ടാവില്ല. ഇപ്പം പറഞ്ഞു ഇപ്പം അത് കൂട്ടാൻ കൊടുത്താൽ ഒരു രസമില്ല, എന്ത് കൂട്ടാനായി വെച്ചതെന്ന് ചോദിക്കും. കുറച്ച് കഴിഞ്ഞ് കുട്ടിയെ പറയാൽ നല്ല രസം ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം എന്തായാലും കൊടുക്കില്ല, കുറച്ച് കഴിഞ്ഞ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.